പെരുമ്പാവൂരിലേക്ക് വരുമ്പോൾ അവിടെ UDF-നായി പ്രചാരണത്തിനിറങ്ങിയെങ്കിലും സീറ്റ് ലഭിക്കാത്തതിൽ അതൃപ്തി മറച്ചുവെക്കുന്നില്ല എൽദോസ് കുന്നപ്പിള്ളിൽ. ബൈബിൾ ഉദ്ധരിച്ചാണ് കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അതൃപ്തിയും താൻ തിരിച്ചുവരുമെന്ന പ്രഖ്യാപനവും എൽദോസ് കുന്നപ്പിള്ളിൽ നടത്തിയത്. ഇപ്പോൾ മൂലക്കിരിക്കുന്ന കല്ല് താനാണെന്നും മൂലക്കല്ലായി തിരിച്ചുവരുമെന്നും എൽദോസ് കുന്നപ്പിള്ളിൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വളരെ സജീവമായിട്ട് എല്ലാവരും ഇറങ്ങണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എൽദോസ് സംസാരിച്ചത്. പക്ഷേ കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് എൽദോസ് കുന്നപ്പിള്ളിയെ കാണുന്നില്ല എന്നുള്ളൊരു പരാതി ഭയങ്കരമായി പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റാണ്. അത് നല്ലതല്ലേ? ഉയർത്തെഴുന്നേൽപ്പാണ് നല്ലത്. ഉയർത്തെഴുന്നേൽക്കുമ്പോഴല്ലേ ശക്തി കൂടുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴല്ലേ ശക്തി കൂടിയത്. അപ്പോൾ അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. 3 ദിവസങ്ങളായി ഞാൻ സജീവമല്ലായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ 1 വർഷമായി സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഞങ്ങൾ ഇലക്ഷന് 1 വർഷം മുമ്പേ തന്നെ ഇലക്ഷൻ്റെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു. ഗ്രാമയാത്രയിലൂടെ 15,000 വീട് കയറി. അത് ഞങ്ങളുടെ പാർട്ടിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കാൻ വേണ്ടിയിട്ടാണ്, UDF ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ എല്ലാ പഞ്ചായത്തും ജയിച്ചു, മുനിസിപ്പാലിറ്റി ജയിച്ചു, എല്ലാം ജയിച്ചു. ഞങ്ങൾ ഇവിടെയും വലിയ ലീഡിന് ജയിക്കും. ഇത്തരത്തിൽ വലിയ പ്രവർത്തനം 1 വർഷം മുമ്പ് വല്ല ആരംഭിച്ച ശേഷം സ്ഥാനാർത്ഥിത്വം മാറ്റിയതാണോ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണോ താങ്കളെ കൂടുതൽ വിഷമിപ്പിച്ചത്? അല്ല, എന്നെ സ്ഥാനാർത്ഥി മാറ്റിയതല്ല വിഷമിപ്പിച്ചത്. എന്നും MLA ആയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നും സ്ഥാനമാനം കിട്ടുമോ? കിട്ടില്ലല്ലോ. താഴെ വരുന്ന ആൾക്കും ആവശ്യമില്ലേ? അവർക്കും കൊടുക്കണ്ടേ? എന്നോട് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ മാറിക്കൊടുത്തന്നെ. എൻ്റെ മുന്നിൽ ഒരു കസേര ഇട്ടിട്ട് ഞാൻ എനിക്കിടോ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എണിക്കും. കൊച്ചുകുട്ടികൾ പറഞ്ഞപ്പോൾ എണിക്കുന്ന ഒരാളാണ്. അത്രയാണ്. എന്നോട് പാട്ട് നേരത്തെ പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ മാറി. അത്രേ ഉള്ളൂ. UDF-ന്റെ സ്ഥാനാർത്ഥികൾ തന്നെ എല്ലാവർക്കും ഒരേ നീതിയല്ല. ഇപ്പോൾ PK ശശിയൊക്കെ മത്സരിക്കുന്നുണ്ട്. നീതിയുടെ തുലാസ് താഴ്ന്നും ഉയർന്നൊക്കെ ഇരിക്കുക. അടിക്കുക ചിലപ്പോൾ താഴ്ന്നും ചിലപ്പോൾ ഉയരും. MLA വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു മൂലക്ക് തള്ളുന്ന കല്ല് മൂലക്കല്ലായി മാറുമെന്നുള്ളത്. ഈ ഇലക്ഷനിൽ UDF-ന്റെ മൂലക്കല്ല് താങ്കളാണോ? തീർച്ചയായിട്ടും മൂലയ്ക്ക് ഇരിക്കുന്ന കല്ല് ഞാനാണ്. ഇത് പിന്നീട് അവസരം കിട്ടുന്നേ. ഈ മൂലക്കല്ല് ഇന്നാകുന്നു, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ല് ഇന്നാകുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ. നാളെ ആകും. അതിനുള്ള സാധ്യതയുണ്ട്. അത് എന്തെങ്കിലും വരും. ഒരു കെട്ടിടം, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു കെട്ടിടം പണിയുമ്പോൾ ഒരു കല്ല്, മോശപ്പെട്ട കല്ല് ക്ലിയർ, അത് ചിലപ്പോൾ മാറ്റി വയ്ക്കും. അവസാനം കെട്ടിടം എല്ലാം പണിത് തീർന്നു വരുമ്പോൾ ഇത് വെച്ചാലേ ക്ലിയർ ആവുള്ളൂ. അതാണ് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാവുന്ന ബൈബിൾ പറഞ്ഞത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കല്ലിന് പ്രാധാന്യം ഉണ്ടാവും. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുക. ഇനിയുള്ള 17 ദിവസവും പെരുമ്പാവൂരിൽ തന്നെയാണോ അതോ മറ്റു മണ്ഡലങ്ങളിലേക്ക് പ്രചാരണത്തിന് പോകുന്നുണ്ടോ? പരമാവധി പെരുമ്പാവൂരിലാണ്. പക്ഷേ തൊട്ടടുത്ത മണ്ഡലം റോജി M. ജോൺ മത്സരിക്കുന്നുണ്ട്. തൊട്ടപ്പുറം കുടൽനാടൻ മത്സരിക്കുന്നുണ്ട്. അൻവർ സാദത്തുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോകണം. ഞാൻ ഇന്നലെ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത് പോയി, ചാണ്ടി ഉമ്മൻ്റെ അടുത്ത് പോയി, ഇന്ന് വൈകിട്ട് VD സതീശൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എല്ലായിടത്തും പോകണം.